ഹലോ ലോലീസ്, വെൽക്കം ബാക്ക് ടു ദ മിസ്റ്ററി വൈബ്. ആരാണ് വീടിന് പുറത്ത് നോക്കി അങ്ങനെ നിന്നത്? സോറി മാൻ ആണോ? സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ്റെ 3ാം എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കണ്ടു നിൽക്കുന്നവരിൽ ഒരു വല്ലാത്ത പേടി നിറച്ചുകൊണ്ടാണ്. ആരോ ഒരാൾ ശ്വാസം മുട്ടുന്നത് പോലെ കിതച്ചുകൊണ്ട് ആ വീടിനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുവാണ്. ആ നിശബ്ദമായ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതോ ഒരു രൂപം ആ വീടിന് ചുറ്റും നടന്ന് എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് നിക്കിയുടെ പിതാവ് ബോറിസ് അയാളുടെ കൊച്ചുപണിയിലാണ്. ആ പണി എന്താണെന്ന് നോക്കിയാലോ, അയാളൊരു നായയുടെ തൊലി ഉരിക്കുവാണ്. അവിടെയൊക്കെ നായ്ക്കളെ സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാം നല്ല ഉറക്കത്തിലും. റേച്ചലും നിക്കിയും കിടക്കുന്ന ബെഡിനടുത്തുവരെ എത്തി ആ കിതയ്ക്കുന്ന ശബ്ദം നേരെ വീട്ടിൽ തന്നെ മറ്റൊരു കോണിലേക്ക് നീങ്ങുന്നു. പിറ്റേന്ന് രാവിലെ നിക്കി എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ താൻ തനിച്ചാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. റേച്ചൽ നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയിരുന്നു. കുടുംബാംഗങ്ങളോട് മാപ്പ് പറയാനായിട്ട് അവർക്ക് പൂക്കളും ഒരു കേക്കും വാങ്ങാനാണ് അവൾ പോയത്. തിരിച്ചെന്ന റേച്ചൽ ജൂഡിന് സമാനമായി ഒരു കളിപ്പാട് നൽകുന്നുണ്ടെങ്കിലും പക്ഷേ ജൂഡിന് ആ കളിപ്പാട് അത്ര ഇഷ്ടപ്പെട്ടില്ല. തനിക്ക് വേണ്ടത് ഒരു ക്യാമറയായിരുന്നു എന്ന് അവൻ പറയുന്നു. തൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനായി ആഗ്രഹിക്കുന്ന റേച്ചലിനോട് എല്ലാവർക്കും ഓരോ കാർഡ് വീതം എഴുതി നൽകാൻ ജൂഡ് നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവൾ ആ ഉപദേശം സ്വീകരിച്ച് കാർഡുകൾ എഴുതാൻ തുടങ്ങുന്നു. ആ കിതച്ച് കിടക്കുന്ന രൂപം അപ്പോഴും ആ കുടുംബത്തെ, പ്രത്യേകിച്ച് റേച്ചലിനെ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റേച്ചൽ തന്നെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നിരാശയിൽ തകർന്നിരിക്കുന്ന നിക്കിയും. തൻ്റെ അമ്മ വിക്ടോറിയ മരിക്കാൻ പോവുകയാണെന്ന വാർത്ത നിക്കിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അയാൾ ഫോണിലൂടെ പല മെഡിക്കൽ വിദഗ്ധരെയും വിളിച്ച് സഹായം തരാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ആരോഗ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്നാൽ ദേഷ്യത്തോടെയും വെപ്രാളത്തോടെയും വിളിച്ച് പറയുന്നു. നിക്കിയുടെ അവസ്ഥ കണ്ട് റേച്ചൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനേക്കൊന്ന് അതിജീവിക്കാൻ സമയം കിട്ടാനേ കല്യാണം തൽക്കാലം മാറ്റി വെച്ചാലോ എന്നവൾ ചോദിക്കുകയാണ്. എന്നാൽ നിക്കി അത് സമ്മതിക്കുന്നില്ല. തങ്ങൾക്ക് ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അയാൾ വാശി പിടിക്കുന്നു. സമ്മാനിപ്പിക്കാനായ റേച്ചൽ അവന് ഫോർ എവർ എന്നെഴുതിയിട്ടുള്ള ഒരു ക്യൂട്ട് ടെഡി ബിയർ സമ്മാനമായി നൽകുകയാണ്. ഈ സമയത്താണ് പോർഷ്യ അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാം ഓക്കെ ആണോ എന്ന് പരിശോധിക്കാനാണ് അവൾ വന്നത്. പോർഷ്യ വല്ലാത്തൊരു ദേഷ്യത്തിലും ആശങ്കയിലുമാണ്. തന്നെ കൊല്ലാൻ കുടുംബം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് റേച്ചൽ വിശ്വസിച്ചതിൽ അവൾക്ക് വലിയ അമർഷമുണ്ട്. റേച്ചൽ വീണ്ടും അവളോട് മാപ്പ് പറയുകയും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിൽ സഹായിക്കാമെന്ന് നിൽക്കുകയും ചെയ്യുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ പോർഷ്യ വല്ലാതെ ടെൻഷനിലാണെന്ന് റേച്ചലിന് മനസ്സിലാവുന്നു. എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന് പോർഷ്യയ്ക്ക് നിർബന്ധമുണ്ട്. അവളെ സഹായിക്കാനായി കല്യാണത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, മെനു എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാമെന്ന് റേച്ചൽ ഏൽക്കുകയാണ്. അത് വീട്ടിലെ ഓരോരുത്തരുടെയും പോയി ചോദിക്കേണ്ടതുണ്ട്. കൂടാതെ പോർഷ്യയോട് തൻ്റെ മെയ്ഡ് ഓഫ് ഓണർ, അതായത് വധുവിൻ്റെ മുഖ്യ തൊഴി ആകുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും പോർഷ്യ നല്ല ടെൻഷനിൽ തന്നെ. തുടർന്ന് റേച്ചൽ വിക്ടോറിയയുടെ അടുത്തേക്ക് ഫുഡിനെക്കുറിച്ച് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവിടെ വിക്ടോറിയ പഴയ ഫോട്ടോകൾ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. കല്യാണത്തിന് എന്ത് കഴിക്കാനാണ് ഇഷ്ടമെന്ന് റേച്ചൽ ചോദിച്ചെങ്കിലും വിക്ടോറിയ അതിന് മറുപടി നൽകുന്നില്ല. പകരം തൻ്റെ കുടുംബത്തോടൊപ്പം ഒരേ സ്ഥലത്ത് അടക്കം ചെയ്യപ്പെടണമെന്ന തൻ്റെ ആഗ്രഹം അവർ വെളിപ്പെടുത്തുന്നു. തൻ്റെ ശവക്കുഴി തോണ്ടി കഴിഞ്ഞപ്പോൾ ഭർത്താവായ ബോറിസ് ഇപ്പോൾ മറ്റേതോ കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അവർ പറയുന്നു. ഈ സാഹചര്യത്തെ എല്ലാവരും എങ്ങനെയാണ് നേരിടുന്നത് എന്ന് റേച്ചൽ ചോദിക്കുമ്പോൾ വിക്ടോറിയ ആ ചോദ്യം തിരിച്ച് റേച്ചലിനോട് ചോദിക്കുകയാണ്. നീ നിൻ്റെ അമ്മയുടെ മരണം എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന്. താൻ ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചതാണെന്നും അതുകൊണ്ട് അങ്ങനെയൊരു പ്രശ്നം തന്നെ അലട്ടുന്നില്ലെന്നും റേച്ചലിൻ്റെ മറുപടി. എന്നാൽ വിക്ടോറിയ സമ്മതിക്കുന്നില്ല. നിൻ്റെ അമ്മയുടെ ബാക്കിയാണ് നീ എന്നാണ് അവർ അതിന് മറുപടി നൽകുന്നത്. ബാത്റൂമിൽ വെച്ച് ജൂളും നെല്ലും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. സോറി മാൻ എന്ന പേടിപ്പെടുത്തുന്ന കഥ ജൂൾ പറഞ്ഞതുകൊണ്ടാണ് തങ്ങളെല്ലാം അവളെ കൊല്ലാൻ നോക്കുന്നതെന്ന് റേച്ചൽ വിശ്വസിക്കാൻ കാരണമെന്ന് നെൽ കുറ്റപ്പെടുത്തുമ്പോൾ എന്നാൽ പോർഷ്യയാണ് ആ കഥ ആദ്യം എടുത്തിട്ടതെന്ന് ജൂൾ വാദിക്കുന്നു. മാത്രമല്ല തൻ്റെ സഹോദരൻ നിക്കി എപ്പോഴും മാനസികമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെടലത്തരമുള്ള പെണ്ണുങ്ങളെ മാത്രമേ പ്രേമിക്കാറുള്ളൂ എന്നും അവൻ പരിഹസിക്കുന്നു. വഴക്ക് മുറുകുമ്പോൾ എന്നൊന്ന് ശ്വാസം മുടിച്ച് കൊല്ല് എന്നുവരെ ജൂൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള വിചിത്രമായ വഴക്കിനിടയിലേക്കാണ് റേച്ചൽ അവിചാരിതമായി കടന്നു വരുന്നത്. നെല്ലപ്പോൾ റേച്ചലിനോട് കുറച്ചേരം മാറി നിൽക്കാൻ പറയുകയും ജൂളിനെ ഒരു മാനസിക വളർച്ചയില്ലാത്തവൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇരുവരും റേച്ചലിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തിയതിൽ മാപ്പ് പറയുന്നുണ്ട്. ഒരു നല്ല വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യം പരസ്പരം എല്ലാം തുറന്നു പറയുന്നതാണെന്ന് അവർ അവളെ ഉപദേശിക്കുന്നു. ഒടുവിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ജൂളിൻ്റെ ചികഞ്ഞുള്ള ചോദ്യപ്പ് തടഞ്ഞ് നെൽ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ കൊച്ചാർക്കൻ ജൂഡ് വീടിനുള്ള ഒരു പൂട്ടിക്കിടക്കുന്ന മുറിക്കെടുത്ത് മാറാതെ നിൽക്കുന്നുണ്ട്. ആ മുറിക്കുള്ളിൽ ആരോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവിടേക്ക് വരുന്ന റേച്ചലിനോട് പറയുന്നുണ്ടെങ്കിലും വെറുതെ പേടിക്കാതെ എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. പകരം അവൾ അവനൊരു പഴയ ക്യാമറ സമ്മാനമായി നൽകുന്നു. നേരത്തെ പറഞ്ഞില്ലേ ക്യാമറ ഇഷ്ടമാണെന്ന്, അതാ. റേച്ചൽ പിന്നീട് ബോറിസിനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം നിക്കിയുമായി തർക്കത്തിലാണ്. വിക്ടോറിയ ചികിത്സ വേണ്ടെന്ന് വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ചതിനെ നിക്കിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ തൻ്റെ ഭാര്യയുടെ തീരുമാനത്തെ താൻ മാനിക്കുന്നുവെന്നും അതെല്ലാവരും അനുസരിക്കണമെന്നും ബോറിസ് കർശനമായി പറയുന്നു. ഭാര്യ മരണത്തിന് വിട്ടുകൊടുത്ത് ഇങ്ങനെ നായയുടെ തൊലി ഒഴിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് റേച്ചലിന് ഒരു നീരസം. ഇതൊക്കെ കണ്ടും കേട്ടും സഹികെട്ട റേച്ചൽ എല്ലാവരും വിളിച്ചുകൂട്ടി ഒരു ഫാമിലി മീറ്റിംഗ് നടത്തുവാണ്. എല്ലാവരും അവരുടെ ഇമോഷൻസ് തുറന്നു പറയണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. എന്നാൽ റേച്ചലിൻ്റെ സൈക്കോളജി പഠനം തങ്ങളുടെ മേൽ പ്രയോഗിക്കേണ്ട എന്ന മട്ടിലായിരുന്നു എല്ലാവരുടെയും പ്രതികരണം.
കുടുംബാംഗങ്ങളെ സഹായിക്കാൻ മടിച്ചു നിന്നപ്പോൾ റേച്ചൽ ഒരു വഴി കണ്ടെത്തി. നേരിട്ടെങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാവരോടും കുറച്ച് സമയം തനിച്ചിരുന്ന് വിക്ടോറിയയുടെ പറയാനുള്ള കാര്യങ്ങൾ ഒരു കടലാസിൽ എഴുതാൻ അവൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം എല്ലാവർക്കും ഒന്നിച്ചുകൂടാം എന്ന് തീരുമാനിച്ചു. ഇതിനിടയിൽ റേച്ചൽ നെല്ലിനെ കൂട്ടി അടുത്തുള്ള കാട്ടിലേക്ക് ചുമ്മാ ഒരു നടത്തം നടക്കുന്നുണ്ട്. അവിടെ വെച്ച് അവർ രണ്ടുപേരും കൂടുതൽ അടുക്കുകയാണ്. സ്വഭാവത്തിൽ വ്യത്യസ്തരാണെങ്കിലും തങ്ങൾക്കിടയിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജൂഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു നോക്കുകുത്തിയില്ലേ, നടത്തത്തിൽ അത് കണ്ടാതെ തുടർന്ന് അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകുമെന്ന് റേച്ചൽ നിർദ്ദേശിച്ചു. വീട്ടിലെത്തിയ ശേഷം എല്ലാവർക്കും ഫേസ് ചെയ്യാൻ മടിയുള്ളത് മനസ്സിലാക്കി ആ നോക്കുകുത്തിയെ വിക്ടോറിയയെ സങ്കല്പിച്ച് എല്ലാവരോടും തങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ റേച്ചൽ ആവശ്യപ്പെട്ടു. വിക്ടോറിയയുടെ വരാനിരിക്കുന്ന മരണത്തെ അംഗീകരിക്കാനും ആ വേദന പുറത്തു കളയാനും ഈ ചടങ്ങ് അവരെ സഹായിച്ചു എന്ന് വേണം പറയാൻ. ഓരോരുത്തരായി വിക്ടോറിയയ്ക്ക് വിട നൽകുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ആ ചടങ്ങിൻ്റെ ഭാഗമായി അവർ ആ നോക്കുകുത്തിയെ തീയിട്ട് നശിപ്പിച്ചു. ഇതവർക്കെല്ലാം ഒരു വലിയ ആശ്വാസമായിരുന്നു. മനസ്സിൽ അടക്കി വെച്ചിരുന്ന വിഷമങ്ങളൊക്കെ പുറത്തു വന്ന വൈകാരിക നിമിഷങ്ങൾ. വിക്ടോറിയയ്ക്കും അതെല്ലാം കേൾക്കുന്നത് മനസ്സിനൊരു സമാധാനമാണ്. ജൂഡാകട്ടെ അവന് റേച്ചൽ ആൻറ്റി കൊടുത്ത ക്യാമറ വെച്ചിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതിനിടയ്ക്ക് എല്ലാവരുടെയും ദൃശ്യങ്ങൾ അവൻ രഹസ്യമായി പകർത്തുന്നുണ്ട്. പെട്ടെന്ന് അവൻ നേരത്തെ കണ്ട ആ പൂട്ടിക്കിടന്ന മുറി ഇപ്പോൾ തുറന്നു കിടക്കുന്നത് ശ്രദ്ധിച്ചു. ഒട്ടും പഠിക്കാതെ അവൻ ആ മുറിക്കുള്ളിലേക്ക് ക്യാമറയുമായി കയറി. അതൊരു സാധാരണ മുറിയല്ലായിരുന്നു, അത് ബോറിസിൻ്റെ ടാക്സിഡെർമി മുറിയായിരുന്നു. അതായത് ചത്ത മൃഗങ്ങളുടെ തൊലി ഉരിച്ച് ഉണക്കി സൂക്ഷിക്കുന്ന വിദ്യ. അവിടെ മൃഗങ്ങളുടെ പല രൂപങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തവേ പെട്ടെന്ന് ഒരു മനുഷ്യൻ നിൽക്കുന്ന കണ്ട് ജൂഡി ഞെട്ടിപ്പോയി. ഒരു വലിയ കബോർഡിനുള്ളായിരുന്നു ആ രൂപം. അത് ജീവനുള്ള മനുഷ്യനാണോ അത് മൃഗങ്ങളെപ്പോലെ തൊലി ഒഴിച്ച് വെച്ചിരിക്കുകയാണോ എന്നതിനപ്പോഴും വ്യക്തമായിരുന്നില്ല. ആ കാഴ്ച വല്ലാത്തൊരു പേടിയാണ് പക്ഷേ നൽകിയത്. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി റേച്ചൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് രാവിലെ കൊണ്ടുവന്നതിൽ നിന്നും ഒരു കഷ്ണം കേക്ക് കഴിക്കാനായി മുറിക്ക് പുറത്തേക്ക് വരുന്നു. എന്നാൽ തൻ്റെ മുറിയിലേക്ക് തിരികെ പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു അപരിചിതൻ അവളെ പിടികൂടുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുവാണ്. യാരത് കഥയുടെ റൂട്ട് ചെറുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിക്ടോറിയയുടെ അസുഖവും മരണവും ആ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടത്. എന്നാൽ ജൂഡിൻ്റെ ക്യാമറയിലൂടെ കണ്ടത് എല്ലാവരും വിക്ടോറിയയുടെ വ്യാജ സംസ്കാര ചടങ്ങുകളിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ യഥാർത്ഥ അപകടം തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നാണോ അതിനർത്ഥം? ആരാണ് റേച്ചലിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് അറിയണ്ടേ? കഥയുടെ അടുത്ത അധ്യായം തുടങ്ങുന്നതും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ്. റേച്ചലിനെ അമർത്തി പിടിച്ച നിലവിളി കേട്ടാണ് ജൂഡ് ഞെട്ടി ഉണരുന്നത്. മുമ്പൊരിക്കൽ നമ്മൾ കേട്ട സീരിയൽ കില്ലറായ ലാരി പോൾ നടത്തിയിരുന്ന കോൾഡീസ് കസ്റ്റാർഡ് ഷോപ്പിൻ്റെ ലോഗോയുള്ള ടീഷർട്ടും ഇട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ അവൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവിടെയെങ്കിലും ആരുമില്ല. മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ റേച്ചലിനെ കാണാനുമില്ല. ഉടൻ തന്നെ ജൂൾസിനെ വിളിച്ചുണർത്തുന്നു. ബോറിസിൻ്റെ ടാക്സിഡെർമി റൂമിൽ ഒളിച്ചിരുന്നതായി ക്യാമറയിൽ പറഞ്ഞ ആ മനുഷ്യൻ്റെ വീഡിയോ ജൂഡ് അവനെ കാണിക്കുകയാണ്. വീഡിയോയിൽ ആ രൂപം കണ്ടതും ജൂൾസ് ആകെ തകർന്നുപോയി. അവൻ്റെ ഉള്ളൊന്ന് ഒലഞ്ഞു. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 29 കൊല്ലം മുന്നേ 1997 ഒരു ക്യാമറ ഫൂട്ടേജിലൂടെ നമ്മൾ കാണുന്നത് ഈ റേച്ചലിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ വിവാഹത്തിന് തൊട്ടു മുമ്പ് യാത്ര ചെയ്യുന്ന സമയമാണ്. റേച്ചലിൻ്റെ അമ്മ അലക്സാണ്ട്ര അന്ന് ഗർഭിണിയാണ്. യാദൃശ്ചികമെന്ന് പറയട്ടെ, വർഷങ്ങൾക്ക് ശേഷം റേച്ചലിനെ നിക്കിയും വിശ്രമിക്കാൻ നിർത്തിയ അതേ റെസ്റ്റ് സ്റ്റോപ്പിൽ തന്നെയാണ് അന്ന് അവരും വണ്ടി നിർത്തുന്നത്. റേച്ചലിൻ്റെ അച്ഛൻ ജയ് അന്ന് അവരുടെ യാത്ര മുഴുവൻ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. അവർ തമാശയായി ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേരിനെക്കുറിച്ച് സംസാരിക്കുന്നു. താനൊരു സ്വപ്നം കണ്ടെന്നും ആ കണ്ട സ്വപ്നത്തിൽ കുട്ടിയുടെ പേര് റേച്ചൽ എന്നാണെന്നും അലക്സാണ്ട്ര ജയോട് പറഞ്ഞു. യാത്രക്കിടയിൽ അവർ ലാരി പോളിൻ്റെ ഫ്രോസൺ കസ്റ്റാർഡ് ഷോപ്പിൽ കയറുന്നു. പക്ഷേ അവിടെ കാലുകുത്തിയ നിമിഷം മുതൽ അലക്സാണ്ട്രയ്ക്ക് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അയാളുടെ വശപ്പിച്ചുള്ള സംസാരവും സ്വഭാവം കണ്ട് ഓർഡർ ചെയ്ത കസ്റ്റാർഡ് കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് പോകണമെന്ന് അവൾ വാശി പിടിക്കുന്നു. ആ കസ്റ്റാർഡ് കഴിച്ചാൽ തങ്ങൾ മരിച്ചു പോകുമെന്നും അതിൽ ചിലപ്പോൾ വിഷം കലർത്തിയേക്കാമെന്നും എന്തെന്നില്ലാത്തൊരു ആദി ഉള്ളിൽ വന്നങ്ങനെ അവൾ കരയാൻ തുടങ്ങി. അവളെ ശാന്തിയാക്കാൻ വേണ്ടി ജയ് ഉടൻ തന്നെ അവിടെ നിന്ന് വണ്ടിയെടുത്തു. അവസാനം അവർക്ക് താമസമൊരുക്കിയ ക്യാബിനിലേക്ക് എത്തിച്ചേർന്നു. പക്ഷെ അവിടെയും അലക്സാണ്ട്രയുടെ പേടി മാറിയില്ല. താൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന വിചിത്രമായ തോന്നലും ദേജാവും എങ്ങും ഒരു വല്ലാത്ത ഭീതിയും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ സ്വപ്നത്തിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയായ റേച്ചൽ വളർന്നു വലുതായി ഈ മുറിയിൽ ഉള്ളതായി കണ്ടെന്ന് അവൾ ജയ്യോട് പറയുന്നു. ആ സ്വപ്നത്തിൽ യു ആർ മൈ ഡെസ്റ്റിനി എന്നൊരു പാട്ട് പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ടെന്നും റേച്ചലിനോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ ശ്രമിച്ചിട്ടും തനിക്ക് സാധിക്കുന്നില്ലെന്നും അവൾ പരിഭ്രമത്തോടെ പങ്കുവയ്ക്കുന്നു. അലക്സാണ്ട്രയുടെ അമ്മയ്ക്ക് ഈ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ജയ്യെ വിവാഹം കഴിച്ചാൽ അവൾ മരിക്കുമെന്ന് അമ്മ എപ്പോഴും ശാപവാക്കുകൾ പറയാറായിരുന്നു പതിവ്. അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും ഇതെല്ലാം വെറുതെയാണ്, ഒന്നുമില്ല, നിന്റെ അമ്മയ്ക്ക് വട്ടാണെന്നും പറഞ്ഞ് ജയ് അവളെ ആശ്വസിപ്പിച്ചു. അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും അവൻ ഉറപ്പ് നൽകി. അന്ന് ഉച്ച കഴിഞ്ഞ് തനിക്ക് ചുറ്റും ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന പോലത്തെ ഒരു തോന്നൽ മാറ്റിവെക്കാൻ അലക്സാണ്ട്ര ശ്രമിച്ചു. അവർ തങ്ങളുടെ ലളിതമായ വിവാഹ ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് പോയി. അവിടെ വെച്ചവർ പുരോഹിതനെയും വിവാഹത്തിൻ്റെ സാക്ഷിയെയും കണ്ടുമുട്ടി. ഒരു വിറ്റ്നസ്. വിചിത്രമെന്ന് പറയട്ടെ, ആ സാക്ഷി അലക്സാണ്ട്രയോട് ചോദിച്ചത്
ജയ് തന്നെയാണ് നിനക്ക് ചേർന്ന ആൾ എന്ന് നിനക്ക് ഉറപ്പാണോ എന്നാണ് നമ്മൾ മുന്നേ റേച്ചലിനോട് ആ വൃദ്ധൻ ചോദിച്ചാൽ കേട്ട അതേ ചോദ്യം. അതൊരു വല്ലാത്ത ചോദ്യമായി വിക്ടോറിയയ്ക്ക് തോന്നിയെങ്കിലും അവൾ വിവാഹവുമായി മുന്നോട്ട് പോയി. വിവാഹം കഴിഞ്ഞ് അവർ ക്യാമ്പിൽ തിരിച്ചെത്തി. തങ്ങളുടെ കുഞ്ഞിനെ കാണാനായി അവർ ആ മധുര നിമിഷങ്ങളൊക്കെയും വീഡിയോയിൽ പകർത്തിക്കൊണ്ട് നൃത്തം ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. അലക്സാണ്ടറുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. വൈകാതെ ശരീരത്തിലെ ഓരോ ദ്വാരത്തിലൂടെയും രക്തം ചീറ്റാൻ തുടങ്ങി. ഹെമറേജിൻ്റെ അവസ്ഥ, രക്തസ്രാവം അതിരൂക്ഷമായി. അവൾ തറയിൽ വീണ് പിടഞ്ഞു. ജയ് സഹായത്തിനായി നെട്ടോട്ടം ഓടിയെങ്കിലും ഒന്നും നടന്നില്ല. വെറും 3 മിനിറ്റിനുള്ളിൽ അലക്സാണ്ടർ മരണത്തോടടുത്തു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ പറഞ്ഞത് അവളോട്, അതായത് റേച്ചലോട് പറയണം ഇത് സത്യമാണെന്ന് എന്നായിരുന്നു. തൻ്റെ കൺമുമ്പിൽ ഭാര്യ മരിക്കുന്നതുകൊണ്ട് ജയ് തകർന്നുപോയി. പക്ഷേ വയറ്റിലുള്ള കുഞ്ഞിനെങ്കിലും രക്ഷിക്കണമല്ലോ. കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ആ ക്യാബിനിൽ വെച്ച് ജയ് അവളുടെ വയറ് കയറി റേച്ചലിനെ പുറത്തെടുത്തു. റേച്ചലിൻ്റെ ജനനം അങ്ങനെയായിരുന്നു. എന്ത് കഷ്ടമല്ലേ. അതാണ് റേച്ചൽ മുന്നേ തൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞത്, താൻ ജനിച്ചപ്പോഴേ അമ്മ മരിച്ചുവെന്ന്. എന്നാൽ ഇങ്ങനൊരു കൊടിയ ദുരന്തമായിരുന്നെന്ന് അവൾ അറിഞ്ഞതേയില്ല. ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോ ഫുട്ടേജ് എല്ലാം റേച്ചലിൻ്റെ കണ്ണുകളിലൂടെയാണ്. അതെ, അവളെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല, അവളുടെ അച്ഛനായ ജയ് തന്നെയായിരുന്നു. അയാളാണ് വീടിന് പുറത്തു നിന്നങ്ങനെ നോക്കി അകത്തേക്ക് കയറി അവിടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിതച്ച് നടന്നതും ജൂഡ് റൂമിലായി കണ്ടതും. തൻ്റെ അമ്മ മരിക്കുന്ന ആ ഭീകരമായ വീഡിയോ ജയ് റേച്ചലിനെ കാണിച്ചു. അതും അതേ ക്യാബിനിൽ വെച്ച് തന്നെ. നിക്കിയുടെ വീടും ഈ ക്യാബിനും തമ്മിൽ വിദൂരമല്ല. ഇത്രയും കാലം അച്ഛൻ ഈ സത്യങ്ങളെല്ലാം തന്നിൽ നിന്ന് ഒളിച്ചു വെച്ചതിൽ റേച്ചൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം അയാളെന്തോ പേടിയിൽ മകളെ ഒറ്റപ്പെടുത്തിയായിരുന്നു വളർത്തിയിരുന്നത്. തൻ്റെ വിവാഹ സമയത്ത് അലക്സാണ്ടർ അനുഭവിച്ച അതേ ഭയം ഇപ്പോൾ റേച്ചലും അനുഭവിക്കുന്നുണ്ടെന്ന് ജയ് പറഞ്ഞു. റേച്ചലിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ മരണം അവളെ പിന്തുടരുന്നുണ്ടെന്നും ജയ് വിശ്വസിക്കുന്നു. വെഡ്ഡിംഗ് ലെറ്ററിൻ്റെ പിന്നിൽ നിക്കിയെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞ് മെയിൽ ചെയ്തതും ജയ് ആയിരുന്നു. ഇത് റേച്ചലിന് ഒരു ഷോക്കാണ്. കാരണം കാലങ്ങളായി ഒരു ടച്ചുമില്ലായിരുന്ന പിതാവിന് അവൾ വെഡ്ഡിംഗ് ലെറ്റർ അയച്ചിട്ടില്ല. പിന്നെ ആരയച്ചു? അലക്സാണ്ടറുടെ കുടുംബത്തിലുള്ള ശാപത്തിൽ നിന്നും അവളെ സംരക്ഷിക്കാനാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് ജയ് അവകാശപ്പെട്ടു. എന്നാൽ അവൾക്കതൊന്നും മനസ്സിലായില്ല. ഇതേ സമയം തന്നെ ജൂൾസ് തോക്കുമായി ക്യാബിനിലേക്ക് ഇരച്ചു കയറി വന്നു. ഇനി ജൂൾസ് ആ വീഡിയോ കണ്ട് ഞെട്ടിയത് എന്തുകൊണ്ടാണ്? കാരണം ഈ ജയ് ആണ് അവൻ പണ്ട് കണ്ട സോറി മാൻ. ആ ക്യാബിനിലെത്തിയപ്പോൾ ജൂൾസിന് തൻ്റെ 8ാം വയസ്സിൽ ആ പഴയ ഓർമ്മകൾ തിരികെ വന്നു. അന്ന് ജൂൾസ് നിക്കിയുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോയതായിരുന്നു. ഒളിച്ചിരിക്കാനായി അവൻ കയറിയത് ഇതേ ക്യാബിനിലാണ്. കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന അവൻ അന്നെല്ലാം നേരിട്ട് കണ്ടു. അലക്സാണ്ടർ രക്തം വാർന്ന് മരിക്കുന്നതും ജയ് വയറ് കയറി കുഞ്ഞിനെ എടുക്കുന്നതും കണ്ടവൻ കരുതിയത് ജയ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുകയാണെന്നായിരുന്നു. അന്ന് അലക്സാണ്ടർ മരിക്കുന്നതിന് മുമ്പ് കട്ടിലിനടിയിൽ നിന്ന് ജൂൾസിനെ കണ്ടിരുന്നു. അവനോടാണ് അവൾ പറഞ്ഞത്, അവളോട് എൻ്റെ മകളോട് പറയണം ശാപം സത്യമാണെന്ന്. അവളുടെ അവസാന വാക്കുകൾ ഇതായിരുന്നു, അവൻ തന്നെയാണ് നിന്റെ യഥാർത്ഥ പങ്കാളിയെന്ന് നിനക്ക് ഉറപ്പാണോ? തൻ്റെ മകളോടായി അലക്സാണ്ടറയ്ക്ക് ചോദിക്കാനുള്ള ആ ചോദ്യം, ആ വൃദ്ധൻ ചോദിച്ച അതേ ചോദ്യം. ജയ്യും ജൂൾസും തമ്മിൽ ക്യാബിനിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടാകുമ്പോൾ റേച്ചൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ പോകുന്നത് സ്വാൻഡൈ ബാറിലേക്കാണ്. തൻ്റെ അമ്മയുടെ അവസാന വാക്കുകളാണ് അവളെ അവിടേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ച് അവൾ ആ വൃദ്ധനെ വീണ്ടും കണ്ടെത്തുന്നു. വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പോലെ അയാൾ തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതിന് റേച്ചൽ മാപ്പ് പറയണമെന്ന് വാശി പിടിച്ചു. പകരത്തിന് പകരം അയാൾ റേച്ചലിൻ്റെ കാലിൽ ഒരു ഫോർക്ക് വെച്ചൊരു കുത്തം കൊടുത്തു. ഇപ്പോൾ സദാമാനായി. അയാൾക്ക് തൻ്റെ പേരറിയാം എന്നറിഞ്ഞ റേച്ചൽ ഞെട്ടിപ്പോയി. അയാൾക്ക് പലതും അറിയാമെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാൻ റേച്ചൽ ആവശ്യപ്പെടുന്നു. തുടർന്ന് ആ വൃദ്ധൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് തൻ്റെ പ്രിയതമയെ വിവാഹം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു. പ്രിയതമൻ്റെ വിയോഗം താങ്ങാനാവാതെ ആ വധു മരണത്തോട്, ഡെത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. ഒരു നിബന്ധനയുടെ പുറത്ത് മരണപ്പെട്ടവനെ പുനർജീവിപ്പിക്കാൻ ഡെത്ത് സമ്മതിച്ചു. ആ നിബന്ധന ഇതായിരുന്നു, വിവാഹം കഴിക്കാൻ പോകുന്നയാൾ നിന്റെ യഥാർത്ഥ ആത്മമിത്രം, സോൾമേറ്റ് തന്നെയാണെന്ന് നിനക്ക് 100% ഉറപ്പായിരിക്കണം. അവളത് ഉറപ്പിച്ചു പറഞ്ഞു. മരണം അയാളെ ജീവനോട് തിരികെ നൽകി. പക്ഷേ ഈ ഉടമ്പടിയുടെ ഭീകരമായ വശങ്ങൾ ഡെത്ത് വെളിപ്പെടുത്തിയിരുന്നില്ല. ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു ശാപം ലഭിച്ചു. ഒന്നുകിൽ അവർ തങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ്സിനെ തന്നെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കും. ആ പരമ്പരയിലുള്ളതായിരുന്നു ഈ വൃദ്ധൻ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ വൃദ്ധൻ്റെ ചെറുപ്പകാലത്ത് അയാളുടെ വിവാഹ സമയത്തോടടുക്കുന്ന കാലം, മരിയാൻ എന്ന പെണ്ണിനെയായിരുന്നു അയാൾക്ക് ഇഷ്ടം. വിവാഹത്തിൻ്റെ അന്ന് ഒരു അജ്ഞാതൻ ഇയാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നീ വിവാഹം കഴിക്കുന്നത് നിന്റെ സോൾമേറ്റിന് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ മരണമാണ്. വൃദ്ധൻ പേടിച്ച് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ അവിടെ ഒരു സംഭവമുണ്ടായി. ശാപമുള്ള വ്യക്തി അവരുടെ പെണ്ണിനെയോ ചെക്കനെയോ വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ആ ശാപം തങ്ങളിൽ നിന്ന് വിട്ട് അവരിലേക്ക് പകരും. അങ്ങനെ ആ വൃദ്ധനുണ്ടായിരുന്ന ശാപം മരിയാനിലേക്ക് മാറി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മരിയാൻ തോമസ് ലാർക്കിൻ എന്നയാളെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ ശാപം ലാർക്കിൻ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നു. ആ ഒരു പരമ്പരയിലുള്ളതാണ് ഈ റേച്ചലും അവളുടെ അമ്മ അലക്സാണ്ടറയും ഒക്കെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് റേച്ചലിൻ്റെ ഊഴമാണ്. ശാപം കൈമാറിയപ്പോൾ ഈ ഒരു വൃദ്ധനെന്ന് സംഭവിച്ചു, അയാൾക്ക് മരണമില്ലാതായി.
ലാർക്കിൻ കുടുംബത്തിലെ എല്ലാ വിവാഹങ്ങളും നിരീക്ഷിച്ച് അലഞ്ഞു നടക്കാനായി തൻ്റെ വീതി അയാൾ വെളിപ്പെടുത്തി. ഓരോ വിവാഹത്തിന് മുമ്പും അയാൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവൻ തന്നെയാണോ നിനക്ക് ചേർന്ന ആൾ എന്ന് ചോദിച്ച് അയാൾ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കും. റേച്ചലിനോട് ചോദിച്ചതിൻ്റെ കാര്യം അതാണ്. അന്നൊരിക്കൽ അവളുടെ അമ്മ അലക്സാണ്ടറുടെ വിവാഹത്തിനും ഇയാളായിരുന്നു അവിടെ എത്തി അതിന് സാക്ഷ്യം വഹിച്ച വിറ്റ്നസ്സും ഇതേ ചോദ്യം ചോദിച്ചതും വെഡ്ഡിങ്ങൊക്കെ റെക്കോർഡ് ചെയ്തതുമൊക്കെ. ഈ വൃദ്ധൻ്റെ അന്നത്തെ കല്യാണത്തിന് വന്ന് സംസാരിച്ച ആ അജ്ഞാതൻ ഇതുപോലെ വിവാഹം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇമ്മോർട്ടലായി അലഞ്ഞു നടന്നായിരുന്നു ഓരോ ശാപകല്യാണവും സാക്ഷ്യം വഹിക്കാനായി. അന്ന് ഈ ഒരു വൃദ്ധം പിന്തിരിഞ്ഞതോടെ ആ ഇമ്മോർട്ടൽ ശാപം അജ്ഞാതൻ ഇയാൾക്ക് നൽകി മുക്തനാവുകയും ചെയ്തു. റേച്ചലിൻ്റെ പേരുള്ള വിവാഹ ഉടമ്പടി കരാർ അയാൾ അവൾക്ക് നൽകി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴും മരണം, ഡെത്ത് റേച്ചലിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടെന്ന് പറയുവാണ് വിറ്റ്നസ്സായ ആ വൃദ്ധൻ. അയാൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 2 നൂറ്റാണ്ടുകളായി ലാർക്കിൻ കുടുംബത്തിലെ ദാരുണമായ മരണങ്ങൾ കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് അറിയാൻ കഴിയും ഡെത്തിനെ. അന്ന് ക്യാബിൽ വെച്ച് അലക്സാണ്ടർക്ക് ആരോ നിരീക്ഷിക്കുന്നതായി തോന്നിയതും ഈ ഡെത്തിനെ തന്നെ ആയിരുന്നു. ഇനി 2 ദിവസം ബാക്കി. വിവാഹ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൾ തൻ്റെ യഥാർത്ഥ സോൾമേറ്റിനെ വിവാഹം കഴിച്ചിരിക്കണം. നിക്കി അവളുടെ യഥാർത്ഥ സോൾമേറ്റ് അല്ല എങ്കിൽ റേച്ചൽ മരിക്കും. ഇനി അവൾ നിക്കിയെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചാലോ എങ്കിൽ അവൾ അടുത്ത ഇമ്മോർട്ടൽ വിറ്റ്നസ്സായി മാറും. ആ ശാപം നിക്കിയുടെ കുടുംബത്തിലേക്കും പകരും. റേച്ചലിന് ഈ 2 കാര്യങ്ങളും ദുരന്തമാണ്. ഈ സമയം ജെയ്യും ജൂൾസും തിരക്കി പിടിച്ച് അവിടെ എത്തിച്ചേരുന്നു. തൻ്റെ വിവാഹത്തിന് അന്ന് സാക്ഷിയായി വന്ന അതേ മനുഷ്യനാണ് ഇതെന്ന് ജെയ് തിരിച്ചറിയുന്നത് ഒരു ഷോക്കാണ്. റേച്ചൽ ഇന്നലെ വീട്ടിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് ജെയ്യോട് പറഞ്ഞു, അച്ഛൻ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. സത്യം എന്താണെന്നും ഇതിന് പിന്നിലൊക്കെ എന്താണെന്നും ഈ വൃദ്ധൻ പറഞ്ഞു തരും. അത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നും പറഞ്ഞ് അവൾ ജൂൾസിനൊപ്പം അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കടക്കുമ്പോൾ അവൾക്കൊരു ബാഡ്ജ് ലഭിക്കുന്നു. കോൾഡീസ് ഷോപ്പിൻ്റെ ലോഗോയുള്ള ബാഡ്ജ്. അതുമായി തിരികെ പോകുന്ന വഴിയിൽ റേച്ചലും ജൂൾസും തങ്ങൾ അനുഭവിച്ച മാനസികാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. റേച്ചലിനെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി വളർത്തിയത് അവളെ സംരക്ഷിക്കാനായിരുന്നു എന്ന് ജെയ് കരുതി. പക്ഷേ അത് അവളുടെ ഉള്ളിലെ പേടി വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ. ഡെത്ത് എന്ന് പറയുന്നത് നിഴൽ പോലെ അവളെ പിന്തുടരുകയാണ്. റേച്ചലിൻ്റെ എന്തെന്നില്ലാത്ത പേടി വെറും മാനസിക രോഗം ഒന്നുമല്ല, മറിച്ച് തലമുറകളായി കൈമാറി വന്ന തൻ്റെ രക്തത്തിൽ തന്നെയുള്ള ശാപമാണെന്ന് വെളിപ്പെട്ടതോടെ കഥയുടെ ഗതി മാറുകയാണ്. ഇനി വെറും 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുന്നേ നിക്കി തൻ്റെ സോൾമേറ്റ് ആണോ എന്ന് റേച്ചലിനെ തിരിച്ചറിയണം. ക്യാബിനിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ ജൂൾസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചറിവായിരുന്നു. തൻ്റെ 8ാം വയസ്സിൽ കണ്ട ആ ഭീകരമായ കാഴ്ച, ജെയ് അലക്സാണ്ടറുടെ വയറ് കീറുന്നത്, അവനൊരു വലിയ ട്രോമ തന്നെ അത് സമ്മാനിച്ചിരുന്നു. ആ ആഘാതത്തിൽ നിന്നാണ് അവൻ സോറിമാരെന്നൊരു സങ്കല്പകഥ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ജെയ് ഒരു കൊലപാതകി അല്ലെന്നും റേച്ചലിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരച്ഛനാണെന്നും തിരിച്ചറിഞ്ഞത് അവനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ചുരുക്കം പറഞ്ഞ തുടക്കം മുതലുള്ള ആ സോറിമാൻ ഈ ജെയ് തന്നെ. പക്ഷെ ആളുടെ ഡെഫിനിഷൻ വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. റേച്ചലിന് തൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? നിക്കിയുമായുള്ള വിവാഹം അവളെ മരണത്തിലേക്കാണോ അതോ ജീവിതത്തിലേക്കാണോ നയിക്കാൻ പോകുന്നത്? ലാർക്കിൻ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അതേ സഹിക്കാൻ പറ്റാത്ത അന്ത്യം തന്നെയാണോ റേച്ചലിനെയും കാത്തിരിക്കുന്നത്? ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഇനി എന്താകും വിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.